Hi friends, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് നമ്മൾ പായസം, അടപ്രഥമൻ ഒക്കെ കഴിക്കാറുണ്ട്. നമ്മളുടെ തനി നാടൻ കപ്പ കൊണ്ടുള്ള പായസം അല്ലെങ്കിൽ അടപ്രഥമനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ കൊണ്ട് പ്രഥമൻ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. വളരെ വിരളമായിട്ടേ ആളുകൾ കപ്പ കൊണ്ടുള്ള പായസം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. കപ്പ കൊണ്ട് പല രീതിയിലാണ് പലരും പായസവും പ്രഥമനും ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഓത്തൻറ്റിക് വേയിൽ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഈസി പ്രഥമനാണ് നമ്മളുടെ നാടൻ കപ്പ കൊണ്ടുണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കപ്പയാണ്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമോളം ഉണ്ട്. ഇത്രയും വേണ്ട, ശകലം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ഈ കപ്പയൊന്ന് പൊളിച്ചെടുക്കണം. കപ്പ പൊളിച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, അത് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒന്ന് കാണിച്ചേക്കുക. ഇതിങ്ങനെ കംപ്ലീറ്റ് ഇതിൻ്റെ പൊളി കളഞ്ഞ് നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മൾ കപ്പ പൊളിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്യുന്ന ഇതില്ലേ സാധനം, ഇതിൻ്റെ വലിയ ഇതിൽ, അതായത് ചെറുതായിട്ടല്ല, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാനും ഇതിലാണ്, കപ്പ പുട്ടുണ്ടാക്കാൻ ഇതിലാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നതും ഇത് എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഈ സൈസേ ഉള്ളൂ കേട്ടോ. ഇതിലും വലിയ ഇതില്ല. ഒരല്പം കൂടെ വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യാം. അങ്ങ് ഒത്തിരി നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കപ്പ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് എന്നിട്ട് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിവിടെ ഇത് സ്ക്രബ് ചെയ്തെടുത്തു. ഞാൻ ഹാഫേ എടുത്തുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. അങ്ങ് ഒത്തിരി തിന്നായി പോകരുത്, നൈസായി പോകരുത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അളിഞ്ഞു കുഴഞ്ഞ് പോകും വെന്ത് വരുമ്പോൾ. ഇതിപ്പം ഏകദേശം ഒരു 300-400 ഗ്രാമോളം ഉണ്ട്. അപ്പം നമ്മൾ കുക്ക് ചെയ്തൊക്കെ വരുമ്പം കുറച്ചുകൂടെ ഒന്ന് കുറയും. നിങ്ങൾക്ക് എത്രയും ആളുകളുണ്ടോ അതനുസരിച്ച് ക്വാണ്ടിറ്റി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടിക്കോളൂ. ഓക്കെ, ഇതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാം ശർക്കര. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പം നമ്മൾ ശർക്കര പാനിയാക്കാൻ വെച്ചു. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്, ഈ ചുരണ്ടി വെച്ചിരിക്കുന്ന, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഒരു വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്തിനെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കാതെ പിഴിഞ്ഞെടുക്കാതെയും ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, കപ്പയ്ക്കൊക്കെ ഒരു കട്ടുണ്ട്, ആ കട്ടൊന്ന് മാറ്റി കിട്ടണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ട്സ്, കയ്പുള്ള കപ്പ യാതൊരു കാരണവശാലും എടുക്കരുത്. പായസം ഉണ്ടാക്കാൻ കയ്പില്ലാത്ത കപ്പ തന്നെ എടുക്കുക. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്നേ അതിൻ്റെ ആ കപ്പയുടെ ആ പാല് കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉലച്ച് കഴുകി, വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിലിട്ടതൊന്ന് കഴുകിയെടുത്തു. നമ്മളിനി വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ടാണ് ഇതൊന്ന് നമ്മൾ അട കുക്ക് ചെയ്യുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. പക്ഷേ അടയുടെ അത്രയും വേവൊന്നും ഇതിന് കാണില്ല, കാരണം നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയായതുകൊണ്ട്. ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നമ്മൾ കപ്പയുടെ പുട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ല സ്പ്രിങ്കിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ഇങ്ങനെ. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് പിഴിഞ്ഞെടുക്കാം. സ്പ്രിങ്കിളായിട്ട് ഇത് ചെയ്യണം. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് തന്നെ ഉണ്ടാക്കുക പായസമൊക്കെ, അതായിരിക്കും നമ്മുടെ ടേസ്റ്റും നല്ലതും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഈ ശർക്കര പാനിയാക്കി എടുത്തു. അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് എന്തെങ്കിലും കല്ലോ മണ്ണോ പൊടിയോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇതങ്ങ് ഒത്തിരി കട്ടിയാകാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് അതൊന്ന് അലിഞ്ഞു വരുമ്പം തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിനകത്ത് കുറേ മണ്ണും കല്ലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് കപ്പ വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ അത് നമ്മളങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അതില്ലെങ്കിൽ ഒരുപോലെ അങ്ങ് വെന്ത് കിട്ടില്ലല്ലോ. ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതങ്ങ് ഒരുപാട് അങ്ങ് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യണം. ഒന്ന് മുറിഞ്ഞു വരണം, നമ്മളെല്ലാം അടയൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ. അത്രയും വേവിച്ചാൽ മതി. കാരണം ഇത് ഒരുപാട് വെന്ത് പോയാൽ കുഴഞ്ഞു പോകരുത്, കടിക്കാനായിട്ട് സെപ്പറേറ്റ് കിടക്കുകയും വേണം. തിളച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം ആയോന്ന്. ഓക്കെ, പച്ച ചുവയ്ക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇത് ഒട്ടുന്നുണ്ട്, ഇതിന് കുറച്ച് കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പശ പോലെ. ഒന്നും കുഴപ്പമില്ല, ഇത് സെപ്പറേറ്റ് ആയിക്കോളും. ഇത്
നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കണം. മുറിയുന്നുണ്ട്, അങ്ങ് ഒരുപാട് അലിഞ്ഞും പോയിട്ടില്ല. കണ്ടോ, ഒരു വെളുപ്പ് കാണാം അതിനിടയ്ക്ക്, പക്ഷെ മുറിയുന്നുണ്ട്. ഈ പരുവത്തിൽ ഇതെടുക്കണം. നമുക്കിനി ഇതിൻ്റെ വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ കപ്പ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തണുത്ത വെള്ളത്തിലോട്ടിടുക ഈ കപ്പയൊന്ന് അതിൽ നിന്ന് എടുത്തിട്ട്. അതെന്തിനെന്ന് വെച്ചാൽ തമ്മിലൊട്ടാതെ കുഴയാതെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോയിൽ ചെയ്ത കപ്പ തണുത്ത വെള്ളത്തിലോട്ടിടുന്നത്. അപ്പം നമുക്കത് ഒട്ടാതെ കിട്ടും. നമുക്കിത് ശരിക്കും ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നമ്മൾ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ചായ അരിക്കുന്ന ചന്നിയിലോട്ട് വെച്ചിട്ട് ഒന്ന് അമക്കി കൊടുത്താൽ മതി. വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. വെള്ളം ഇതിലുണ്ടായിരിക്കരുതല്ലോ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അത് സെപ്പറേറ്റ് ആയിക്കോളും. നമ്മൾ ശർക്കരയിലോട്ട് ഇടുമ്പോൾ ഓൾറെഡി സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഇത് കറക്റ്റാണ് വെന്തിരിക്കുന്നത്, ഒട്ടും ഒട്ടിയിട്ടില്ല. കണ്ടോ? ബാക്കിയും കൂടെ നമുക്ക് അതുപോലെ കിടക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്, നമുക്ക് പ്രഥമൻ ഒഴിക്കാനായിട്ട് പാല് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസോളം മൂന്നാം പാല് കട്ടി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ എടുക്കുന്ന പാല്, തേങ്ങാപ്പാലിൻ്റെ കാര്യമാണ് ഈ പറയണത് കേട്ടോ. രണ്ടാം പാല് ഒരു അര ഗ്ലാസോളം, ഒരല്പം കൂടെ കട്ടിയിൽ. ഒന്നാം പാല് നല്ല കട്ടിയിൽ, വെള്ളം ചേർക്കാത്ത ഒരു ഗ്ലാസ് പാല്. അപ്പം ഇവിടെ ഈ ഒരു ഗ്ലാസ് പാലെടുത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളതാണ് ഒന്നാം പാലെടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം കപ്പിൻ്റെ കണക്കിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പം ചായ കുടിക്കുന്ന ഒരു കപ്പിൻ്റെയൊക്കെ കണക്കിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് നിറച്ച് നല്ല കട്ടിയുള്ള ഒന്നാം പാലെടുത്താട്ട് ഒരു 3/4 കപ്പോളം രണ്ടാം പാലെടുത്താട്ട് ഒരു 1.5 കപ്പോളം മൂന്നാം പാലെടുത്താട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് മൂന്നാം പാല്, പിന്നെ ചേർക്കുന്നത് രണ്ടാം പാല്, ഏറ്റവും ലാസ്റ്റിൽ വാങ്ങുന്ന സമയത്താണ് ഒന്നാം പാല് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേങ്ങാപ്പാലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എവിടെയാണേലും കപ്പ കിട്ടും, പക്ഷെ തേങ്ങാപ്പാൽ എടുക്കുക എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഫീസിബിൾ അല്ല, എല്ലാവർക്കും പോസിബിൾ ഉള്ള കാര്യമല്ല. അപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നോർമൽ പശുവും പാല് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ. ഓക്കെ, തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പശുവും പാൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം പാലല്ലേ, അപ്പം തേങ്ങാപ്പാലില്ലെങ്കിൽ പ്രഥമൻ കഴിക്കരുതെന്നൊന്നും ഇല്ലല്ലോ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഒരു സ്വല്പം ടേസ്റ്റിൻ്റെ വ്യത്യാസം വന്നേക്കാം. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. അപ്പം തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് മറ്റേത് പാലാണോ അവൈലബിൾ അത് യൂസ് ചെയ്ത് നോക്കുക. കവർ പാൽ യൂസ് ചെയ്യാതെ, ഞാൻ പറയുന്നത് കവർ പാൽ യൂസ് ചെയ്യാം. പശുവും പാൽ ഇപ്പോൾ എല്ലായിടവും കിട്ടാറില്ല. പശുവും പാലിന് പകരം കവർ പാലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ചും യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഒരു കുഴപ്പവും വരില്ല. ഓക്കെ. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 തേങ്ങയാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിരിക്കുകയാണ്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഇപ്രാവശ്യം നെയ്യ് ഒരല്പം മൂത്തുപോയി അടുപ്പയിൽ കിടന്നിട്ട്, അതുകൊണ്ട് അതിൻ്റെ കളർ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. ഞാൻ ഒരു ശകലം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരല്പം മുന്തിരി എടുത്തിട്ടുണ്ട്. മറ്റേ കറുത്ത മുന്തിരി ഉള്ളായിരുന്നു എൻ്റെ അടുത്ത്, അതുകൊണ്ട് അതിട്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റേ മുന്തിരി ഇടാം, ചുമന്ന മുന്തിരി വേണമെങ്കിൽ ഇടാം. സാധാരണ പ്രഥമൻ ആരും തേങ്ങാക്കൊത്ത് ഇടാറില്ല. ഞാനൊരല്പം ഉണക്കത്തേങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ ഉണക്കത്തേങ്ങയുടെ കൊത്ത്, ഉണക്കത്തേങ്ങ സാധാരണ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമ്മൾ പായസത്തിനാണല്ലോ ഇടാറ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഉണക്കത്തേങ്ങയുടെ കൊത്തും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് ഇതായി പോകും. മുന്തിരി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഞാനൊന്ന് കഴുകിയിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം അതിൽ. മുന്തിരിയൊക്കെ കഴുകാതെ എടുക്കരുത് ഷോപ്പിൽ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കിടന്നിട്ടാണ് അത് ഇടുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ മുന്തിരി ആദ്യം അങ്ങ് കോരിയെടുക്കുക. ഈ ഗീയിലോട്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയങ്ങ് ഇട്ട് കൊടുക്കാം.
ശരിക്കും ഇത് നമ്മൾ അടയൊക്കെ എടുക്കത്തില്ല, ആ അടയുടെ അതേ ഇതുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കും. ഇതൊന്നും ഒരുപാട് നേരം അങ്ങ് വറക്കണ്ട. അതിൻ്റെ കാരണം കപ്പ ഓൾറെഡി വെന്തതാണ്. അപ്പം നമുക്ക് സാധാരണ എല്ലാം നമ്മൾ വഴറ്റുന്ന പോലെ ഒത്തിരി നേരം ഇട്ടങ്ങ് വഴറ്റുമൊന്നും വേണ്ട. ആ നെയ്യിൽ ഒന്ന് കോട്ടായാൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഒത്തിരി നേരം നമുക്കത് വഴറ്റിയിട്ട് അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അടുത്ത സ്റ്റെപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നെയ്യിൽ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. എത്രയും ആവശ്യമുണ്ടോ അത്രയും ചേർത്താൽ മതി, ഒരുപാടങ്ങ് മധുരമായി പോകരുതല്ലോ. അപ്പം ഈ ശർക്കരപ്പാനിയിൽ കിടന്നിതൊന്ന് വറ്റണം. എന്നിട്ട് ആ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരും. ആ കപ്പയ്ക്കകത്ത് ആ മധുരമെല്ലാം ഒന്ന് പിടിക്കണം. ഞാൻ ഓൾമോസ്റ്റ് ഫുൾ ചേർത്ത് കൊടുത്തു. മധുരമൊക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല, മധുരം വേണമല്ലോ. നമ്മളിതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുമായിരുന്നു. ഇനി അല്പം മീഡിയം ഫ്ലെയിം ആക്കണം. ഹൈ ഫ്ലെയിമൊന്നും ആക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് പറ്റി, കപ്പയിലെല്ലാം മധുരം പിടിച്ചു വരുന്നത് വരെ നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാം. ആഹാ, നമ്മളുടെ കപ്പ ഇവിടെ ഇങ്ങനെ ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മധുരമെല്ലാം അതിൽ പിടിച്ചു. ശർക്കര പാനി ഒന്ന് കട്ടിയായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടിയിട്ടില്ല, വെന്തിട്ടുണ്ട്. ശർക്കര പാനിയിലിട്ടാൽ കപ്പ ഇത്രയും നൈസായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് അളിഞ്ഞു പോകും, ഒട്ടിപ്പോകും എന്നുള്ളൊരു ചിന്തയേ വേണ്ട. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോഴും കിടക്കുന്നതാണ്. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ കണ്ടില്ലേ, സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്. അത് ഒരു ശകലവും ഒട്ടിയിട്ടില്ല. ഇനി നമ്മളുടെ 3-ാം പാൽ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കണം. പാല് ചേർക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ടൊന്നാക്കി വെക്കുക. നമുക്ക് ഓവറായിട്ട് അങ്ങ് ഒത്തിരി തിളച്ചൊഴിക്കുന്നതിനെ തിളച്ച് പോകാതിരിക്കാൻ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളുടെ ഈ 3-ാം പാൽ ഒഴിച്ചത് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. എന്നിട്ടേ 2-ാം പാൽ ഒഴിക്കാൻ പറ്റൂ. ഫ്ലെയിം ഹൈ ആക്കി വെക്കരുത്. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. 3-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഹൈ ആക്കരുത്. ലോ ടു മീഡിയം വെക്കുക. 3-ാം പാലും 2-ാം പാലും ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ട് നമുക്കിനി 1-ാം പാല് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഏലക്കായ നമ്മൾ വാങ്ങുന്ന സമയത്താണേലും ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ വേണേലും ആഡ് ചെയ്യാം. ടീസ്പൂണ്, ഒരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടുവാണ്. ഞാൻ ഷുഗർ ചേർത്ത് പൊടിച്ചതാണ് ഈ ഏലക്കാപ്പൊടി, അതുകൊണ്ടാണ് ആ കളറ്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാതെയും പൊടിച്ച ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് എഗെയിൻ ഒരു 10 മിനിറ്റോളം ഞാനിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ പാലൊഴിച്ചു കഴിഞ്ഞ് ഇത് പെട്ടെന്ന് അങ്ങ് കട്ടയാവും, കുറുകും, അല്ല മൈദയുടെ അട പോലെ എന്ന് വിചാരിക്കരുത്. പേഷ്യൻസി വെക്കണം. ഒരു 8-10 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കുറുകി വരാൻ. ഇത് 2-ാമത് കുറുകി വന്നിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കപ്പയാണ് ഇതെന്ന് ആരും പറയില്ല. ശരിക്കും ഇതുവരെയും അത് വെന്തളഞ്ഞു പോയിട്ടില്ല, ഒന്നിലൊന്ന് തൊടാതെ കിടക്കുകയാണ് കപ്പ. 3-ാം പാല് ഒഴിക്കാനുള്ള സമയമായി. നമുക്ക് 3-ാം പാൽ ഒഴിച്ചാൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഓക്കെ, ഞാൻ 3-ാം പാൽ ഒഴിക്കുകയാണ്. ഫ്ലെയിം വളരെ ലോ ആക്കി. അതിൻ്റെ ആ ഇത് വരുന്നില്ലേ, തിളച്ച് വരണില്ലേ കുമ്പള, അതൊന്ന് ചെറുതായിട്ട് ശമിച്ച് വരുമ്പോഴേ പാലൊഴിക്കാവൂ. 3-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. 3-ാം പാൽ ഒഴിച്ചു. എന്നിട്ട് ഇനി ഇതൊന്ന് ഇത് ഫ്ലെയിം വളരെ ലോയിലാണ്. ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. വളരെ ലോയിലാണ്. ഇതൊന്ന് ചൂടാവുകയേ ചെയ്യാവൂ 3-ാം പാൽ ഒഴിച്ചിട്ട്. സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിളയ്ക്കാൻ പാടില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് പതുക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല പരുവത്തിന്
തിക്നെസ്സും വന്ന് മൂന്നാം പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഇത് കൂടുതൽ കട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ കുറച്ച് കാഷ്യൂ മാത്രം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട്, ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങിട്ട് കൊടുക്കാം. അതിൻ്റെ മണം അതിലോട്ട് കിട്ടും. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും തേങ്ങയുടെയും ഒക്കെ മണം ഒന്ന് കിട്ടും. ആഹാ, അടിപൊളിയല്ലേ, കാണാൻ എന്നാ ഭംഗി. കപ്പ കൊണ്ടുള്ള അങ്ങനെ നമ്മളുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മളുടെ ചെറിയ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പായസം നല്ല കറക്റ്റ് കട്ടിക്കാണ് ഇരിക്കണത്. ഇപ്പം നോക്കിയേ, ഇതേ നല്ല ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്, കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള നമ്മളുടെ തനി നാടൻ കപ്പ കൊണ്ടുള്ള അടപ്രഥമൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ അടപ്രഥമൻ നല്ലതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് തല്ലിക്കോ, ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം. ജോക്സ് അപ്പാർട്ട്, റിയലി ഇറ്റ്സ് സോ യമ്മീലിഷ്യസ് ആൻഡ് ഡിലീഷ്യസ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ്, സബ്സ്ക്രിപ്ഷൻസ്, വ്യൂസ് ആണ് ആവശ്യം. ഹേ ഫ്രണ്ട്സ്, hope everyone loves today's very delicious, yumilicious Kerala's one of the most favorite Payas either Kheer recipe, that is with tapioca. ഞാൻ പായസത്തിൻ്റെ കുറേ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും, ചെക്ക് ചെയ്യുക. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി.